നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ നാം ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഏകാന്തമായി നാം യാത്ര ചെയ്യുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ നമ്മളെ നിരാശയിലേക്കും നമ്മളെ പരാജയത്തിലേക്കും നടത്തുവാനിടയായിത്തീരും. എന്നാൽ നമുക്ക് താങ്ങായി തണലായി ഒരാൾ നമ്മോടൊപ്പം ഉണ്ട്. ഒരാൾ നമ്മോടൊപ്പം നമ്മെ ആശ്വസിപ്പിക്കുവാൻ, സഹായിക്കുവാൻ, ശക്തീകരിക്കുവാനൊക്കെ ഒരാൾ നമ്മളോടുള്ളത് തികച്ചും നമുക്ക് സന്തോഷവും ആ യാത്ര വളരെ ആനന്ദപ്രദവുമായിരിക്കും. 73 സങ്കീർത്തനം, ആസാഫിൻ്റെ സങ്കീർത്തനത്തിൽ 23 വാക്യത്തിൽ ആസാഫ് ഇങ്ങനെ പാടുകയാണ്: നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒരു തുണയാളിയെപ്പോലെ, ഒരു സഹായിയെപ്പോലെ തന്നോടൊപ്പം നിൽക്കുക മാത്രമല്ല, താൻ വീണു പോകാതെ, തളർന്നു പോകാതെ തന്നെ താങ്ങി നിർത്തുന്ന ഒരു ശ്രേഷ്ഠമായ കരം ഉണ്ട് എന്ന് ഇവിടെ ഭക്തൻ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഭാരങ്ങളുമൊക്കെ അടിക്കടി നമ്മുടെ ജീവിതത്തിന്മേൽ വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൂടെ നിന്നവരോ നമ്മെ സ്നേഹിച്ചവരോ ഒക്കെ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ആരുമില്ലല്ലോ എന്ന ശൂന്യതയുടേതായ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഓർത്തുകൊള്ളുക, ഇവിടെ ആസാഫ് പറഞ്ഞ വാക്കെത്ര വലുതാണ്, എത്ര ശ്രേഷ്ഠമാണ്. ദൈവമേ, അങ്ങ് എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. നമ്മൾക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളുമായി, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നാം അവരെ കൈക്ക് പിടിച്ച് അവരെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവർ വലിയ ഉത്സാഹത്തോടെ, വലിയ ആവേശത്തോടെ അവർ തുള്ളിച്ചാടി ഓടിപ്പോകുന്നത് കാണാം. വണ്ടിയോ മറ്റുള്ള വാഹനങ്ങളോ എന്തൊക്കെ തന്നെ ആ സൈഡിൽ കൂടെ പോയാലും, എത്ര മനുഷ്യർ പോയാലും അതൊന്നും അവർ കാര്യമാക്കുന്നില്ല. കാരണം അവർക്കറിയാം തങ്ങളെ പിടിച്ചിരിക്കുന്നത് തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രേഷ്ഠകരങ്ങളാണ് എന്ന ചിന്ത ആ കുഞ്ഞുങ്ങളിലുണ്ട്. എങ്കിൽ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഈ അറിവ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുമ്പോൾ. ആരും ഇല്ല എന്ന് വിചാരിക്കരുത്. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും, പ്രതികൂലങ്ങളുടെ നടുവിലും, ഏത് വേദനകളുടെ നടുവിലും നമ്മെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, ഒരു ശ്രേഷ്ഠകരം നമ്മെ പിടിച്ചിരിക്കുമ്പോൾ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. വളരെ ആവേശത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ മരുഭൂമി യാത്രയിൽ, ഈ ജീവിതയാത്രയിൽ തളർന്നു പോകുന്ന സ്റ്റേജുകളിൽ ഓർക്കുക, കർത്താവ് നമ്മുടെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വേദനയോടെ, ഭാരത്തോടെ പറയാറുണ്ട്: എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ, ഈ പകലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ, ദൈവം നമുക്ക് ഒരായുസ്സൂടെ നീട്ടിത്തന്നൊരു ദിവസം കൂടെ തന്നെങ്കിൽ ഈ പകലിൽ ധൈര്യത്തോടെ പറയാൻ കഴിയണം: കർത്താവേ, ഞാൻ ഏകനല്ല, നീ എൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ദൈവം അതിനായി നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.